അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ വിശദമായി സംസാരിക്കാൻ പോകുന്നില്ല, സമയമില്ല. ഉലമാക്കളെ സാദാത്യങ്ങളെ പരിപാടിയിൽ രാഷ്ട്രീയക്കാർ കുറച്ചേ സംസാരിക്കാൻ പാടുള്ളൂ. കാരണം നമുക്ക് ഉള്ളടത്തേക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവറുകൾ ഹാജിയായി ഏറ്റെടുക്കാമെന്ന് സമ്മതിച്ചല്ലോ, അതന്നെ ഏറ്റവും വലിയ ഭാഗ്യം. 84 വയസ്സ് പോയി, എല്ലാവരും പറഞ്ഞു പോയി. ഞാൻ പറഞ്ഞു നമുക്ക് ഒരു പോയിട്ട് ബെറുവാടാ, ഏടിയും പോവില്ല, സുഖമില്ലാതായി. പല ആളും പല പറഞ്ഞു. ഉസ്താദിനെ പോയി ആദ്യമായി കണ്ടി ഉസ്താദ് പറഞ്ഞു, ഉസ്താദിനെ ദർസ് നിങ്ങൾ നടത്തൂ, ടൂർ ചെയ്യൂ. ഇതാ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെല്ലാ മഹാന്മാരുടെ ദുആന്റെ ബർക്കത്ത് കൊണ്ട് ഇന്ന് ഞങ്ങളെ മുമ്പിൽ ഇന്ന് നിലനിർത്തിയിട്ടുണ്ട്. ഇന്ത്യ നാട്ടിൽ മാത്രമല്ല, സൗദിയിലും UAE-യിലും അഫ്ഗാനിസ്ഥാനിലും മലേഷ്യയിലും മലേഷ്യന്റെ പ്രൈം മിനിസ്റ്റർ പുതിയ വിമാനം എടുത്തിട്ട് വന്ന് ഇറങ്ങുന്നു. സുൽത്താനുൽ ഉലമാന്റെ ദുആക്ക് വേണ്ടിയിട്ട് പ്രൈം മിനിസ്റ്റർ മലേഷ്യ. നമുക്ക് ഇനി ആരുടെ വരാൻ ബാക്കിയുള്ളതാണ്? ഈ ഉസ്താദിനെ പറ്റിയിട്ട് വിമർശിക്കാനുള്ള അധികാരം ആർക്കുമില്ല. കാരണം 50 കൊല്ലായി മടൂർ ഷേഖ് ഖദ്ദസല്ലാഹു സിറുൽ അസീസ് അന്ന് പ്രഖ്യാപിച്ചതാണ്, താജുൽ ഉലമ ഹക്കാണ്, AP ഉസ്താദ് ഹക്കാണ്, അവർ വിജയിക്കൂ വിജയിക്കൂ. അതാണ് വിജയത്തിന്റെ നോളജ് സിറ്റി. വയനാട് പോയാലും താജുൽ ഉലമ തിരകലിട്ട പള്ളി കാണാൻ സാധിക്കും നമുക്ക്. അതുകൊണ്ട് ഇന്ന് ഉസ്താദിന്റെ ആരോഗ്യം അല്ലാഹു സുബ്ഹാനഹു തആല നിലനിർത്തി കൊടുക്കട്ടെ. ഉസ്താദിന്റെ നേതൃത്വം സുന്നത്ത് ജമാഅത്തിനെ പറ്റിയിട്ട് നമ്മളെ ദർഗാന്റെ പ്രസിഡന്റ് ഹനീഫാജി മാഷാ അല്ലാഹ് വളരെ നല്ലോണം നടത്തീന്. നടത്താത്ത ആള് സ്ഥിതി എന്താണെന്നറിയാലോ, ഓരോടെ പോയി അഡ്രസ് ഉണ്ടാവില്ല. അന്നെ ഞാൻ പറഞ്ഞു, താജുൽ ഉലമാന് കൂറത്തെ സാദാത്യങ്ങൾ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവർ നന്നായിട്ട് നിൽക്കൂല. കാരണം എൻ്റെ അനുഭവം എനിക്കുണ്ട്. ഞാൻ ആദ്യം മന്ത്രിയായിട്ട് ഇവിടെ വരുമ്പോ ഇബ്രാഹിം ഹാജിയും UT ഫരീദാണ് MLA. ഞാൻ ദർഗന്റെ കണക്ക് എത്രയാന്ന് ചോദിച്ച് തങ്ങൾ പറഞ്ഞ് ആരോടാണ് കണക്ക് വയ്ക്കുന്നത്, മന്ത്രി മടിക്ക് വെക്കൂ പോ പറഞ്ഞ 3 മാസത്തിന് ഞാൻ രാജിവെക്കേണ്ടി വന്ന്. തങ്ങളോട് വന്ന് മാഫ് ചോദിച്ച് തങ്ങൾ പറഞ്ഞ് മാഫാക്കി. ഇനി വളരും പോയിക്കോ. മടൂർ ഷേഖ് ഖദ്ദസല്ലാഹു സിറുൽ ദുആന്റെ ബർക്കത്തുണ്ട് 1 കൊല്ലം ഞാൻ ഇന്ത്യ ഭരണം നടത്തീനി. 1 കൊല്ലം. എന്ത് മോദി എന്ത് കോതി, ഒരു പ്രശ്നമില്ല, പേടിക്കാനുള്ള പ്രശ്നമില്ല. 2 സംഗതി മാത്രം നിങ്ങളോട് പറഞ്ഞിട്ട് പോവാ. ദർഗാന്റെ പ്രസിഡന്റിനോട് ഞാൻ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ആദ്യമായി ആര് വന്നാലും താജുൽ ഉലമാന്റെ റൂമിലേക്ക് പോവാ, അവിടെ സിയാറത്ത് ചെയ്യാ, മദനി തങ്ങളെ സിയാറത്ത് ചെയ്യാ, പിന്നെ സ്റ്റേജിൽ വരാ. ഇത് 1-മത്തത്. 2-മത്തത്, രാഷ്ട്രീയക്കാരും പിന്നിൽ ഉലമാക്കളല്ല, ഉലമാക്കളെ പിന്നിൽ രാഷ്ട്രീയക്കാരാണ്. ഇതാണ് സുന്നത്ത് ജമാഅത്ത് ഉണ്ടായത്. സുന്നത്ത് ജമാഅത്ത് 2-ാം കാരണം എന്താ? എല്ലാ പാർട്ടികളും ഏത് പാർട്ടി ഉണ്ടെങ്കിലും അതിന്റെ സാദാത്യങ്ങള് ഉലമാക്കള് പിന്നിലുണ്ടാണ്. ഇത് പറഞ്ഞത് ഞങ്ങളല്ല, മടൂർ ഖദ്ദസല്ലാഹു സിറുൽ അസീസ് പറഞ്ഞതിന് ശേഷം താജുൽ ഉലമ ഇറങ്ങി വന്ന് ഇന്ന് കേരളത്തിൽ ശക്തമായ സുന്നത്ത് ജമാഅത്തായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ കരുവന്തരത്തിൽ മദ്രസ മുഖാമുണ്ട്. മാസം 3 ലക്ഷം രൂപ അവിടെ ചെലവുണ്ട്. ഇപ്പൊ കിട്ടുന്നത് 1 ലക്ഷം മാത്രമാണ്. എങ്ങനെയാണ് തങ്ങളെ മൂത്ത മോനത് നടത്തിക്കൊണ്ട് പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അതിന് സഹകരിക്കണം.
താജുൽ ഉൽമാന്റെ പേരിൽ നടക്കുന്ന ആ മദ്രസ, ആ മുഖാമിന്റെ ബൾക്ക് കർണാടകത്തിലേക്ക് തന്നെ വരണം. ഇതാ ഇപ്പൊ കൂറത്ത് ഇന്ന് ഞങ്ങൾ പോകുന്നുണ്ടാടാ. 4 ഏക്കറിൽ നല്ല ഭവ്യമായ, ഇവരാരും മരിച്ചിട്ടില്ല, ഇവരെല്ലാം ഹയാത്താണ്. താജുൽ ഉൽമാന്റെ റൂഹ് ഇവിടെ ഉണ്ട്, കൂറത്ത് തങ്ങളെ റൂഹ് ഇവിടെ ഉണ്ട്. ഇത് മൊയ്ലാമാർക്ക് മനസ്സിലാവൂല, തസഫ് വായിച്ചവർക്ക് മാത്രമേ മനസ്സിലാവൂ. മരണം എന്ന് പറഞ്ഞാൽ തീരലല്ല, മരണം എന്ന് പറഞ്ഞാൽ തുടക്കമാണ്. അതുകൊണ്ട് ആ മഹാൻ സാദാത്യങ്ങളുടെ പേരിൽ സുബഹി നിസ്കരിച്ച് ഒരു യാസീന് ഓതി അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്ന് സമർപ്പിച്ചു. എല്ലാ സാദാത്യങ്ങളും സമർപ്പിച്ചു. താജുൽ ഉലമ കൂറത്ത് തങ്ങളവർ ഓർമ്മിച്ച് നിങ്ങൾ ഒന്ന് ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ബർക്കത്ത് നിങ്ങൾക്ക് ഉണ്ടാവും. ഇതിപ്പോ എന്നെ എനിക്ക് കാണുന്നില്ലേ, ഞാനിപ്പോ മന്ത്രിയില്ല, മടുക്കി വെച്ചിന്, പക്ഷെ എവിടെ ഉണ്ടെങ്കിലും തുറന്നു വെക്കും. എന്തുകൊണ്ടാണ് ഈ ശക്തി? സാദാത്യങ്ങളെ ഉലമാക്കളെ ദുആ ഉള്ളവണ്ട്, അവർക്ക് അതുബ് ചെയ്താൽ അല്ലാഹു തആല നിങ്ങളെ ഇസ്സത്തെ സംരക്ഷിക്കൂ. ഇത് മാത്രം എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഞങ്ങൾ പുതിയ പ്രസിഡന്റും UT ഖാദർ ഒരു നിയത്ത് ചെയ്തു. മോനെ, എൻ്റെ ഉപ്പാന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അന്ന് ഇതിന്റെ ഇലക്ഷനിൽ വന്നേരം കുമാരസ്വാമി ഇവിടെ വന്ന് താജുൽ ഉലമ പറഞ്ഞ് ചീഫ് മിനിസ്റ്റർ പോടാ പുറത്ത്, അബൂബക്കറിനെ നിർത്തിയിട്ട് എന്റെ സമുദായത്തിനെ പൊട്ടിക്കാനാണ് ഈ വന്ന് ചീഫ് മിനിസ്റ്റർ പോ പുറത്ത്, എവിടെയാണ് CM ഇബ്രാഹിം? അങ്ങനെ പറയാനുള്ള ധൈര്യം ഏതെങ്കിലും സാദാത്തിനുണ്ടെങ്കിൽ അത് താജുൽ ഉലമ AP ഉസ്താദിന് മാത്രമാണ്. മുഖ്യമന്ത്രികളോ മന്ത്രികളോ അത് പ്രശ്നമല്ല. ഞമ്മക്ക് ഞങ്ങളെ ആലിമികളാണ് ഏറ്റവും വലിയ പ്രശ്നം. അവർക്ക് നമ്മളെ ബഹുമാനിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ഇസ്സത്തിൽ നിലനിർത്തൂ. അതുപോലെ UT ഖാദർ മോന് ഇഫ്തിഖാർ മാഷാ അല്ലാഹ് കണിച്ചൂർ ഓലെ എന്നെ വിളിച്ചാ മുമ്പിൽ ഞാൻ കണിച്ചൂറിനെ വാണയ പിന്നിൽ. കാരണം പിന്നിലിരുന്നാൽ പിന്നെ അവിടെ എണീക്കേണ്ട ആവശ്യമില്ല, മുന്നിലിരുന്നാൽ 10 മണി എണീക്കേണ്ട ആവശ്യം വരും. കാരണം എനിക്ക് എപ്പോഴും സാദാത്തിന്റെ പിന്നിലിരിക്കാൻ ഇഷ്ടമല്ലാണ്ട് സാദാത്യങ്ങളെ മുന്നിലിരിക്കാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് ഉള്ളാളം പ്രസിഡന്റിന് പറയാൻ മാത്രമുള്ളത്, ആ റൂമിനെ സൂക്ഷിക്കാം. തങ്ങളെ മൂത്ത മോന് വന്നാൽ ആ സ്വീകരണത്തോടെ അവർ സ്വീകരിക്കുക. അതേപോലെ കൂരത്തങ്ങളെ മോന് 2 കൊല്ലം കൊണ്ട് ഇൻഷാ അല്ലാഹ് അതേ സ്ഥാനത്തിലേക്ക് എത്തൂ. നിങ്ങൾ എഴുതി വെച്ചോ, ഞാൻ ഒരു രാഷ്ട്രീയക്കാരനല്ല, തസവുഫിന്റെ മനസ്സിന്റെ അടുത്തുണ്ട്. മടൂർ ഖദ്ദസല്ലാഹു സിർറഹു അസീസ്, വടകര മുഹമ്മദ് റജാഖ് ഖദ്ദസല്ലാഹു അസീസ് എന്റെ തലമുണ്ട് കൈവച്ച് ദുആയിരുന്നതാണ്. അന്ന് മുതൽ ഇന്ന് വരെ 70 കൊല്ലായി അല്ലാഹു സുബ്ഹാനഹു തആല അത് കാത്തു നിന്നിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഉസ്താദ് അധികം ഇരുന്നൂടാ, പോകണ്ടുണ്ട്. പേരോട് ഉസ്താദ് സംസാരിക്കണം. ചുള്ളിക്കോട് 2 വാക്കും കൂടി സംസാരിക്കേണ്ട. ബാഫക്കുകളിൽ തങ്ങള് ഉള്ളാളത്തെ ആളുകളെ ഭാഗ്യന്മാരാ, ഇത്ര മഹാന്മാരാ ഒരു സ്റ്റേജിലെ കാണാനുള്ള സൗഭാഗ്യം ഇങ്ങൾക്കും എനിക്കും കിട്ടി. അല്ലാഹു സുബ്ഹാനഹു തആല ദുനിയാവിൽ കൂടിയ പോലെ ആഖിറത്തിലും കൂടാനുള്ള സൗഭാഗ്യം കൊടുക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.